വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 256 ആയത്തിൽ ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല, ഒരാളെ നിർബന്ധിച്ച് മതം മാറ്റാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ സബബുൻ നുസൂൽ എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് ഒക്കെ പറഞ്ഞതായിട്ട് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം. മദീനയിലുള്ള സ്ത്രീകളിൽ ചിലർക്ക് കുട്ടികൾ മരിച്ചു പോകുന്ന സമയത്ത് ആ കുട്ടികളെ ജീവിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും മതപരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് അവർക്ക് തോന്നി. അപ്പോൾ അവരവിടെ നോക്കിയപ്പോൾ മതബോധമുള്ള കുറച്ച് ജൂതന്മാരെയാണ് കണ്ടത്. അവരോട് ചോദിച്ചു, അവർ പറഞ്ഞു, നിങ്ങൾ ജൂതരാക്കിയിട്ട് നേർച്ച നേരാം, നിങ്ങളെ മക്കൾ ജൂതരാവും, ഭാവിയിൽ ജൂതരായി വളർത്താം എന്ന് നേർച്ച നേർന്നാൽ ആ മക്കൾ ചെറുപ്പകാലത്ത് മരിക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ സ്ത്രീകൾ അവർ ജൂതന്മാരാക്കി വളർത്തി, ജൂതന്മാരുടെ ഗോത്രങ്ങളോടൊപ്പം അവർ ജീവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മദീനയിൽ ഇസ്ലാം വന്നു, മുസ്ലിങ്ങളായി, കുറേ മുസ്ലിങ്ങളായി. ഉപ്പമാർ മുസ്ലിങ്ങളായപ്പോൾ തൻ്റെ മക്കൾ ജൂതന്മാരോടൊപ്പം ജൂതമതത്തിലാണ് എന്ന് കണ്ടപ്പോൾ അവർ പറഞ്ഞു, ലാ നദവാബുന അന, ഞങ്ങളെ മക്കളങ്ങനെ ജൂതന്മാരായി വളരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആ സമയത്ത് അവർ വലുതായി, വലിയ മക്കളായി, അവരിപ്പോഴും ജൂതമതത്തിലാണ് വിശ്വസിക്കുന്നത്, ഞങ്ങൾ അവരെ തിരിച്ച് ഞങ്ങളുടെ മതത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞ സമയത്താണ് ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല, ഓരോ മനുഷ്യന്മാർക്കും സത്യവും അസത്യമൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലാണുള്ളത്, അതുകൊണ്ട് ഓരോരുത്തർക്കും തിരഞ്ഞെടുക്കാം എന്ന് പറയുന്ന ആയത്ത് ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും അവരുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു, സ്വത്തിൻ്റെ അവകാശം ഉണ്ടായിരുന്നു, സമ്പാദിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു, സ്വന്തം പ്രോപ്പർട്ടി നിർഭയത്വത്തോടു കൂടി നിലനിർത്താനും കച്ചവടം ചെയ്യാനും കൃഷി ചെയ്യാനും ഒക്കെയുള്ള അവകാശം ഉണ്ടായിരുന്നു.